ഇതാണ് കിയയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള EV9. ഡബിൾ വേൾഡ് കാർ അവാർഡ് വിന്നറാണ്. വേൾഡ് കാർ ഓഫ് ദി ഇയർ ആയിട്ടുണ്ട്, വേൾഡ് ഇലക്ട്രിക് കാർ ഓഫ് ദി ഇയർ ആയിട്ടുണ്ട്. ഈ കാർ നമ്മൾ ഇന്നിപ്പം ഇവിടെ ഇന്ത്യയിൽ വെച്ച് ഡ്രൈവ് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് കൊറിയയിൽ നിന്നും ലോഞ്ചോടുകൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ഡ്രൈവാണ്. ഇന്നിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് കിയൻ്റെ ഇന്ത്യൻ പ്ലാന്റ് ആയിട്ടുള്ള അനന്തപുര പ്ലാന്റിലെ ടെസ്റ്റ് ട്രാക്കിൽ വെച്ചിട്ടാണ്. സോ നമ്മളിന്നിപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. അതുപോലെ തന്നെ ഇവിടെ വേറെ ഡ്രൈവ് ഉണ്ട്, അത് നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് കൊണ്ടുവരും. സോ ദിസ് ഇസ് ദ ഓൾ ന്യൂ കിയ EV9. വെൽക്കം ടു ഫ്ലൈ. കിയ EV9ൻ്റെ ഫസ്റ്റ് ഡ്രൈവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിയോളിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. നമ്മൾ വേൾഡ് കാർ അവാർഡ്സിൻ്റെ ജൂറി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അന്ന് ഡ്രൈവ് കൊണ്ടുവരാൻ പറ്റി. ഇന്ത്യയിൽ വന്നിട്ട് ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഡ്രൈവ് നടക്കുന്നത്. ഇതുവരെ ഡ്രൈവ് നടന്നിട്ടില്ല. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ട്, പിന്നീട് ഇപ്പം ലോഞ്ച് ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് ഒരു ഡ്രൈവ് നടക്കുന്നത്. ഡ്രൈവ് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്, അതും തന്നെ ടെസ്റ്റ് ട്രാക്കുള്ള ഡ്രൈവ്. പക്ഷേ എനിക്ക് ഇത് നേരത്തെ ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡ്രൈവ് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് വന്നിരിക്കുന്ന ഹ്യുണ്ടായുടെ EGPM എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. ഇതൊരു ഫ്ലെക്സിബിൾ പ്ലാറ്റ്ഫോമാണ്. ഹ്യുണ്ടായും കിയയും ജെനിസിസ് എല്ലാവരും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ തന്നെ 2 ബാറ്ററി പാക്സ് വരുന്നത്, അതുപോലെ തന്നെ 2 മോട്ടോഴ്സുള്ള ടൈപ്പ് വരുന്നുണ്ട്. സിംഗിൾ മോട്ടറായിട്ട് റിയർ ഡ്രൈവ്, അതുപോലെ തന്നെ ഓയിൽ ഡ്രൈവ് വരുന്നുണ്ട്. അതിൽ തന്നെ ടോപ്പ് ഓഫ് ദി റേഞ്ച് ആണത്. ചില ഫീച്ചേഴ്സ് ഇതിൽ വന്നില്ല, കാരണം ഇന്ത്യയിലെ റൂൾ പ്രകാരം പറ്റാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്താ ഞാൻ പിന്നീട് പറയാം. സോ അതല്ലാതെ എല്ലാം തന്നെ ലോഡിംഗ് ആയിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണത്. സോ ഇതിൻ്റെ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് നോക്കാം. ഇത് ഇന്ത്യയിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് 1.3 crores കുറച്ച് ഹയർ ആയിരുന്നു പ്രൈസിങ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഓക്കെയാണ് പ്രൈസെങ്കിൽ അതും നമുക്ക് വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം. കിയർ ഡിസൈൻ ചീഫായിട്ടുള്ള കരീം ഹബീബിനെ എൻ്റെ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിരുന്നു. അന്ന് പുള്ളിയായിട്ട് എനിക്ക് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഫേവറേറ്റ് ഡിസൈനർ കൂടിയാണ് പുള്ളി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് കിയറുടെ ഡിസൈൻ ഫിലോസഫി ഓപ്പോസിറ്റ് യുണൈറ്റഡ്. അതിന് പുറമെ EV മോഡൽ വരുമ്പോൾ കുറേ നാച്ചുറൽ എലമെൻറ്റും കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് നമുക്ക് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും എല്ലാം കാണാം. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് 5 മീറ്ററിൻ്റെ മേലെ ലെങ്ത്തുള്ള വലിയ വണ്ടി, വീല് 20 ഇഞ്ച്, എന്നിട്ട് നോക്കിയിട്ട് അത്രയും നമുക്ക് സൈസ് തോന്നിക്കുന്നതല്ല. പിന്നെ ഇത് ഓവർഹാങ്സ് എല്ലാം കുറച്ച് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് 3 മീറ്ററിൻ്റെ മേലെ ഏകദേശം വീൽ ബേസും വരുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇൻറ്റീരിയർ സ്പേസിലാണ്. പിന്നെ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ആകുമ്പോൾ എല്ലാം കോമ്പാക്റ്റ് ആയിട്ട് എല്ലാം മോട്ടോഴ്സ് എല്ലാം കാര്യം ഒതുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സ്പേസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി കിയ സ്റ്റേബിളറിനകത്ത് ബിഗ്ഗസ്റ്റ് കാറാണ്, മോസ്റ്റ് സ്പേഷ്യസ് കാറാണ് EV9. കാറിലെ SUV ആണ്. പിന്നെ ഡിസൈൻ്റെ ഫാക്ടർ പറഞ്ഞാൽ ഇത് ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് കൈൻഡ് ഓഫ് ഡിസൈനാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലവ് ഇറ്റ്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇൻറ്റീരിയറിൽ നമുക്ക് ഒരുപാട് എലമെൻറ്റ്സ് കാണാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. എന്തായാലും ഇതിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽ നോക്കാം. നിങ്ങൾക്ക് എങ്ങനെ തോന്നി കമൻറ്റ്. കിയ 5 വേരിയൻ്റായിട്ടാണ് ഗ്ലോബലി EV9 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ 2 ഡ്രൈവ് കോൺഫിഗറേഷനുള്ളത്, റിയർ വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും. റിയർ വീൽ ഡ്രൈവിന് വന്നിരിക്കുന്നത് ലൈറ്റ് ലോങ് റേഞ്ച് എന്ന് പറഞ്ഞ 2 വേരിയൻ്റാണ്. ഓൾ വീൽ ഡ്രൈവിന് വരുന്നത് വിൻഡ്, ലാൻഡ്, GT ലൈൻ എന്നീ 3 വേരിയൻ്റ്. ഇതിൽ ടോപ്പ് ഓഫ് ദി റേഞ്ച് GT ലൈനാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഇത് ഓൾ വീൽ ഡ്രൈവാണ്. ഈ നെയിമിങ് കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയാണ് കിയ EV മോഡലിനെ നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഓപ്പോസിറ്റ് യുണൈറ്റഡ് എന്നുള്ള ഡിസൈൻ ഫിലോസഫിയാണ് ഇതിൽ ക്യാരി ചെയ്തിട്ടുള്ളത്. എന്നാൽ പുതിയ EV മോഡലിൽ വന്ന ഒരു ഡിസൈൻ ചേഞ്ചിൽ ഒന്നുള്ളത് ഡിജിറ്റൽ ടൈഗർ നോസ് ഗ്രില്ലാണ്. അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിജിറ്റൽ ലൈറ്റിംഗ് പാറ്റേൺ ഗ്രില്ലിലും അതുപോലെ തന്നെ സ്റ്റാർ മാപ്പ് എന്ന LED DRLs ആണ് വരുന്നത്. 20 ഇഞ്ചിൻ്റെ അലോയ് വീലും സ്ക്വയർ ആയിട്ടുള്ള വീൽ ആർച്ചും ചേരുമ്പം ഈ 5 മീറ്ററിൻ്റെ മേലെ നീളവും 2 മീറ്ററോളം വീതിയുള്ള SUVൻ്റെ സൈസ് ശരിക്കും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ SUVയുടെ ഒരു ക്യാരക്ടറും ലഭിക്കുന്നു. വ്യത്യസ്തമായ കളർ ഓപ്ഷനിൽ കിട്ടുന്ന പുതിയ കിയ EV9 നല്ല റോഡ് പ്രസൻസ് തന്നെ ഇതിൻ്റെ ഡിസൈൻ നൽകുന്നു. റിയറിലേക്ക് വരുമ്പം പുതിയ കിയയുടെ EV ഡിസൈൻ ഫിലോസഫി നമുക്ക് കാണാം. കണക്ട് ചെയ്ത് നിൽക്കുന്ന LED ടെയിൽ ലൈറ്റാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആണെങ്കിലും ഒരു 3D ഫീലുള്ള രീതിയിലുള്ള ഒരു പൂട്ട് ലിഡ് ഡിസൈനുമാണുള്ളത്. ഇത്രയും ബോക്സ് ആയി തോന്നുന്ന വണ്ടിക്കും നല്ല എയറോഡൈനാമിക്സ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 0.28 ആണ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴും ആ പുതിയൊരു ഡിസൈൻ ഫിലോസഫി നമുക്കിവിടെ കാണാം. കിയ EVയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിസൈൻ ഫിലോസഫി ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് EV9. അതാണ് നമ്മളിന്ന് സിറോസിലെല്ലാം കാണുന്നത്. ഒരു 3 പീസ് ആയിട്ടുള്ള ഒരു 1 ബിഗ് സ്ക്രീനുള്ള, അതിൽ 3 സ്ക്രീൻസ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഹാപ്റ്റിക് കൺട്രോൾസോട് കൂടിയിട്ടുള്ള ടച്ച് ബട്ടൺസും അല്ലാത്ത ഫിസിക്കൽ ബട്ടണും എല്ലാം ചേർന്ന് നല്ല നീറ്റ്ലി എയർ വെൻറ്റിൽ ഇൻഗ്രേറ്റ് ഉണ്ട്.
വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്, സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. 2 സൺറൂഫ് ഉണ്ട്, ഒന്ന് ഫ്രണ്ടിലുണ്ട്, ഇതിവിടെ നമുക്ക് തുറന്ന് വെക്കാം. അതേപോലെ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് റോവിന് സൺറൂഫ് ഉണ്ട്. ലക്ഷറിയസ് ആയിട്ടുള്ള സീറ്റ് ഓപ്ഷൻസ് ആണ്. ക്യാപ്റ്റൻ സീറ്റാണ് സെക്കൻഡ് റോയിലുള്ള ഇതിൽ വന്നിരിക്കുന്നത്, ടോപ്പ് ഓഫ് ദി റേഞ്ചാണ്. പക്ഷേ ഗ്ലോബലി നമുക്ക് സെക്കൻഡ് റോ സീറ്റ് തിരിച്ച് വയ്ക്കാം, ഫേസ് ടു ഫേസ് തേർഡ് റോയിനായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇന്ത്യയിൽ വന്നിട്ടില്ല, ലീഗലി പാടില്ല എന്നുണ്ട്. അപ്പോൾ അതും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൻ്റെ പുറമെ EV മോഡൽ മുതൽ കിയയിൽ ഇനി ഉപയോഗിക്കാൻ പോകുന്ന എല്ലാം സസ്റ്റൈനബിൾ മെറ്റീരിയലാക്കി ഇൻറ്റീരിയലാണ്, റീസൈക്കിൾഡും അതുപോലെ നാച്ചുറൽ മെറ്റീരിയൽസും ലെതറും കാര്യമൊന്നും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ലെതർ ആണെങ്കിലും ലെതറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫിനിഷിങ്ങുള്ളത്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഇന്ന് നമ്മൾ EV മോഡൽസ് കാണുന്ന അതേ ഡിസൈൻ ഫിലോസഫിയായിട്ടുള്ള മിനിമലിസ്റ്റിക് ഡാഷ്ബോർഡാണ് വന്നിരിക്കുന്നത്. പുതിയ EV മോഡൽ കാണുന്ന അതേ ഒരു ഡിസൈൻ ഫിലോസഫിയാണ് ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ളത്, മിനിമലിസ്റ്റിക് അപ്രോച്ച്. അതിൽ മിനിമലിസ്റ്റിക് ലക്ഷറിയാണ് നമുക്ക് EV9 കാണുന്നത്. ഇത് മുഖ്യമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്ന മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്. ഇതിൽ 3 സ്ക്രീനാണ് വരുന്നത്. 12.3 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻ, അതിലൊന്ന് ഇൻഫോർടൈൻമെൻറ്റും മറ്റൊന്ന് ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. ഇതിൻ്റെ നടുവിലായിട്ട് 5.3 ഇഞ്ചിൻ്റെ ക്ലൈമറ്റ് കൺട്രോളിനുള്ള സ്ക്രീനുണ്ട്. ടച്ച് ആണെങ്കിൽ കൂടി ഈ ഒരു സെപ്പറേറ്റ് സ്ക്രീൻ നൽകിയത് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് റോ തേർഡ് റോ സീറ്റുകളും വളരെ കംഫർട്ടബിൾ ആണ്. അതിൽ റിലാക്സേഷൻ ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിലും സെക്കൻഡ് റോയിലും സീറ്റ് കൂളിങ്ങും ഹീറ്റിങ്ങും അതുപോലെ തന്നെ മസാജും ലഭിക്കും. ഇന്റർനാഷണൽ മാർക്കറ്റിലെ സെക്കൻഡ് റോ സീറ്റ് നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് കറക്കി ഇടാവുന്നതാണ്. പക്ഷേ ഇന്ത്യൻ നോം പ്രകാരം അത് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്നിട്ടില്ല. മൂന്നാമത്തെ റോ സീറ്റിൽ കുട്ടികൾക്കാണ് ഏറ്റവും ഉത്തമം. എന്നാലും ചെറിയ സൈസുള്ള മുതിർന്നവർക്കും അത്യാവശ്യം യാത്ര ചെയ്യാവുന്നതാണ്. ഉള്ള സ്പേസ് വർദ്ധിപ്പിക്കുന്ന ഫീല് നമുക്ക് കിട്ടുന്ന ഡുവൽ സൺറൂഫും വന്നു. ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ കിയയിൽ വന്നിരിക്കുന്ന സസ്റ്റൈനബിൾ മെറ്റീരിയൽസും എല്ലാം തന്നെ ആകർഷണീയമാണ്. ഇതിൽ വന്നിരിക്കുന്ന 2 മോട്ടറാണ്. 2 മോട്ടർ കൂടി ചേരുമ്പോൾ 378 HP പവറും 700 Nm ടോർക്കാണ് ലഭിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന 99.8 kWh ബാറ്ററി പാക്കാണ്. അതിൻ്റെ റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇന്ത്യയുടെ ARI ടെസ്റ്റ് ചെയ്ത പ്രകാരം 561 കിലോമീറ്ററാണ് സിംഗിൾ ചാർജിൽ വരുന്നത്. ഇതിൽ 350 kWh DC ഫാസ്റ്റ് ചാർജിങ്ങും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 10 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ വെറും 24 മിനിറ്റ് മതി. മാക്സിമം സ്പീഡ് 200 ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 0 to 100 5.4 സെക്കൻഡിൽ തന്നെ എത്തും. 10 എയർ ബാഗാണ് സേഫ്റ്റിക്കായിട്ട് നൽകിയത്. ഇതിൻ്റെ പുറമെ ലെവൽ 2ൻ്റെ അഡാസ് ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിങ്ങും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും ലെയിൻ കീപ്പിംഗ് അസിസ്റ്റും എല്ലാം തന്നെ വരുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം കൂടി ചേർന്ന് ടോപ്പ് ആൻഡ് സൗണ്ട് സിസ്റ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 1,30,00,000 രൂപയാണ്. Let's start off with the launch. $100, $120. It can go on. It can go on. That is EV9 launch. 0 to 100 in around 5.4 seconds is what they claim. But I think we reached in around or just above 5 seconds. And that's a real launch which had goosebumps. So a good beginning for an EV. That's what we experienced. So Kia EV9 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ മുമ്പേ കൊണ്ടുവന്നായിരുന്നു. ഫസ്റ്റ് ഡ്രൈവ് നമുക്ക് കൊറിയയിൽ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് നടന്നു. അന്ന് WGO ടീം മെമ്പർ എന്ന രീതിയിൽ നമ്മളെല്ലാം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇന്നിവിടെ ടെസ്റ്റ് ട്രാക്കിലുള്ള മാത്രം എക്സ്പീരിയൻസ് അല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്, മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ 3 എണ്ണം ആണുള്ളത്. ഒന്ന് റിയർ വീൽ ഡ്രൈവ് ആണ്, 2 ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. അതിൽ ടോപ്പ് എൻഡാണ് നമ്മൾ ഓടിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ARI സർട്ടിഫൈ ചെയ്തിട്ടുള്ള റേഞ്ച് തന്നെ 540 കിലോമീറ്ററോളാണ്. 0 to 100 5.4 സെക്കൻഡ്. ഞാൻ ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കണ്ടു. ആവേശം വരുമ്പം ഇംഗ്ലീഷിലായി പോണതാണ്, അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. എന്തായാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള സ്റ്റെബിലിറ്റിയും ഡൈനാമിക്സും വണ്ടിയുടെ സസ്പെൻഷൻ സിസ്റ്റം സ്റ്റിയറിംഗും എല്ലാം കിട്ടുന്നുണ്ട്. വെയിറ്റ് സാധാരണ നമുക്ക് ഹെവി വണ്ടിയിൽ ഫീൽ ചെയ്യും, അതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ വെയിറ്റ് പക്ഷേ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ സസ്പെൻഷനും സ്റ്റിയറിംഗും പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ടേണെല്ലാം എടുക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ റൈഡിനും വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ തന്നെ ഈ ടെസ്റ്റ് ട്രാക്കിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല, സ്ക്രീനിൽ കാരണം ക്ലാസിഫൈഡ് ആണ്, കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട് കാണിക്കുന്നതിൽ. പക്ഷെ അവിടെ നമ്മൾ ഓടിച്ചു, നമ്മളിപ്പം എനിക്ക് ഈവൻ ഓടിച്ച് കാണിക്കണമെന്നുണ്ട്. അതിൻ്റെ മേലെ കൂടെ അവിടെ തന്നെയാണത്, പക്ഷെ അതും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ റബ്ബൽ ഹട്ട്സും പിന്നെ അതുപോലെ തന്നെ ബെൽജിയൻ സ്റ്റോൺ എന്ന് പറയും, ചിക്കൻ പോട്ടോൾ എന്ന് പറയും, ഇങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആംബുലൻസ് ഇങ്ങനെയുള്ള ഐറ്റം നമ്മൾ ഓടിക്കുന്നുണ്ട്.
അവിടെ എല്ലാം നമുക്ക് കംഫർട്ട് ഫാക്ടർ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ കയറ്റം ഇറക്കുന്നുണ്ട്, കയറ്റത്തിൽ നമ്മൾ നിർത്തി ഹിൽ ഹോൾഡ് അസിസ്റ്റും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബേസിക്കലി സസ്പെൻഷൻ്റെ കംഫർട്ട് പാർട്ട് നല്ലോണം സോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ലക്ഷറി കോഷ്യൻ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു ആസ്പെക്റ്റാണ്. പിന്നെ റേഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ 540 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പം ഈ ഒരു കാറ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് HNI ഗ്രൂപ്പിലേക്കാണ്, ടോപ്പ് എൻഡ് ആൾക്കാരിലേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ആൾക്കാരുടെ ഒരു ഡ്രൈവിംഗ് നേച്ചർ ഇന്ത്യയിലാണെങ്കിൽ കൂടി ഒരുപാട്, ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ റെഗുലർ ഇന്ത്യ വെച്ച് പറയാൻ കാരണം അധികം സിറ്റിൻ്റെ ഉള്ളിലും എയർപോർട്ട് വരെ എല്ലാം പോകുന്ന ഡ്രൈവ് ഉണ്ടാവുക ഡെയിലി ഉണ്ടാവുന്നത്. അപ്പോൾ അവർ ഓഫീസോ അല്ലെങ്കിൽ ഫാക്ടറി അതെല്ലാം പോയി വരിക, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലെല്ലാം പോയി വരിക. ഇത് വരുമ്പം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 2 ദിവസം 3 ദിവസത്തേക്കുള്ള ചാർജ് എന്തായാലും കിട്ടും, മിനിമം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേഞ്ച് പ്രശ്നമില്ല. കേരളത്തിലാണെങ്കിലും നമുക്കറിയാം, തെക്ക് വടക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ നാട്ടിലെ ബിസിനസ്സുകാരും പണക്കാരും. അപ്പോൾ എന്നാൽ പോലും 540 റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കോഴിക്കോട് നാൾ കൊച്ചി പോയി തിരിച്ചു വരണമെങ്കിൽ വർക്കെല്ലാം കഴിഞ്ഞ് വരാൻ പറ്റുന്നതാണ്. ട്രിവാൻഡ്രത്തിന് കൊച്ചി വന്ന് പോകാൻ പറ്റും. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ പോകുമ്പോഴേക്ക് 600 കിലോമീറ്ററോളം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചാലഞ്ചുള്ളൂ. അതിന് കിയാൻ്റെ തന്നെ ഹൈ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഉണ്ട് കൊച്ചിയിൽ. അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ചാർജ് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ സോർട്ടഡ് ആണ്. പിന്നെ സേഫ്റ്റി ആസ്പെക്റ്റ് ആണ്. സേഫ്റ്റി ആണെന്ന് പറഞ്ഞാൽ 10 എയർ ബാഗ് ഉണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഇവിടെ വന്നിരിക്കുന്ന ഒരു എയർ ബാഗ് ഉണ്ട്. അപ്പോൾ 2 ഇൻഡിവിജ്വൽസിൻ്റെ ഇടയ്ക്കൊരു എയർ ബാഗ് വരും. കർട്ടൺ ബാഗ് ഫ്രണ്ട് മുതൽ റിയർ വരെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളി കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ബാക്കിയുള്ള ആക്റ്റീവ് പാസീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ലെവൽ 2 ഫീച്ചേഴ്സാണ്. അത് നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്ത് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇവിടെ എല്ലാം എനിക്ക് ലൈൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതിന് ഫ്രണ്ടിൽ നേരത്തെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ വണ്ടീൻ്റെ അടുത്ത് എത്തുമ്പോൾ വാൺ ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്, സ്പീഡ് കുറയ്ക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ്, അജാസ് കൂടെ ഉണ്ടാകുള്ള പ്രശ്നമാണ്. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് ശരിക്കും പെർഫോം ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഫ്ലോലെസ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ഇന്ത്യയിൽ വന്നപ്പം പ്രൈസാണ്. 1.30 1,30,00,000 രൂപയോളമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടി, ലിമിറ്റഡ് നമ്പറിലാണ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലോട്ട് 100 നമ്പേഴ്സ് ആദ്യമേ വിറ്റ് പോയിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്, ഇപ്പം ബുക്കിംഗ് ഓപ്പൺ ആണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ 20 ബുക്കിംഗ്സ് ആണ് ഇപ്പോൾ ആയിട്ടുള്ള ഈ പുതിയ ലോട്ടിലെന്ന് പറഞ്ഞു. വണ്ടികൾ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റും. കാരണം ഗ്ലോബലി തന്നെ ഇത് പ്ലേസ് ചെയ്തത് പ്രീമിയം ആയിട്ടാണ്. കിയയുടെ തന്നെ ഫ്ലാഗ്ഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ടോപ്പ് എൻഡായി നിൽക്കുന്ന ഈ ഒരു വണ്ടി ലക്ഷറി ബ്രാൻഡ്സ് എല്ലായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ ശരിക്കും നമുക്കിത് കാണാൻ പറ്റും. മറ്റൊരു ആസ്പെക്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്ലോബലി ആണെങ്കിലും ഇപ്പോൾ ഞാൻ US 2-3 പ്രാവശ്യം അടുപ്പിച്ച് പോയ സമയത്തെല്ലാം നല്ലവണ്ണം EV9 റോഡിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ യൂറോപ്പിലും വണ്ടി അത്യാവശ്യം ഇറങ്ങുന്നുണ്ട്. അവരുടെ പ്രൈസിങ് കുറച്ചുകൂടി ബെറ്ററാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർക്ക് ശരിക്കും നല്ലൊരു ചോയ്സാണ്. പ്രൊവൈഡഡ് ആ രീതിയിൽ ബ്രാൻഡിനെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഗ്ലോബലി നോക്കുമ്പം ഇവർക്കൊരു ജെനിസിസ് എന്ന ബ്രാൻഡാണ് ഇവരുടെ ടോപ്പ് ആൻഡ് ലക്ഷറി ബ്രാൻഡ്. ബട്ട് അതർവൈസ് കിയ എന്നുള്ളതും വളരെയധികം ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രീമിയം ബ്രാൻഡായിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി എ വർത്ത് കാർ. പ്രൈസിങ് കുറച്ച് ഹൈ ആണെങ്കിലും ഇറ്റ് വിൽ ലാസ്റ്റ്. ആൻഡ് വി നോ കിയ ഹൗ ദേ ബിൽഡ് ദ കാർ, ദേ ബിൽഡ് ടു ലാസ്റ്റ്. സോ ദാറ്റ് ഇസ് വാട്ട് കിയ EV9 is. എന്തായിരുന്നു കിയ EV9ൻ്റെ എക്സ്പീരിയൻസ്? ഇതെൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എനിക്കിപ്പം വീണ്ടും ഓടിച്ചപ്പോൾ ഒരു ത്രിൽഡായി തോന്നി, വീണ്ടും ഓടിക്കാനാണ് തോന്നുന്നത്. എന്തായാലും EV9നെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്റ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ ഫീച്ചേഴ്സ്, ഇൻറ്റീരിയർ സ്പേസ്, ഡ്രൈവബിലിറ്റി, ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഇത് ഓടിച്ചതാണെങ്കിൽ അതിനെപ്പറ്റി പറയാം. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോയി ഷോറൂമിൽ കണ്ടിട്ട് ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.